ടീച്ചറായിരുന്നു. അവരുടെ വീട് നല്ല വെൽ ഓഫ് ആണ്, നല്ല പൈസക്കാര്, ഒരു കുഴപ്പമില്ല. ഈ അണ്ണൻ ഒരു കല്യാണം കഴിച്ചു. ആ ചേട്ടന്റെ പേരെന്തുവായിരുന്നു, എനിക്ക് പേരറിയായിരുന്നു. ആർട്ടിസ്റ്റ് ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി ഇതെല്ലാം വരയ്ക്കുന്നതൊക്കെ പഠിച്ച ഒരാളാണ്. നല്ലപോലെ വരയ്ക്കും. ഈ ചേട്ടന്റെ അമ്മ ഇതുപോലെ തന്നെ ഒരു എന്റെ അച്ഛൻ മരിച്ച വർഷം 90 ഫെബ്രുവരി 26 അവർ മരിക്കുന്നത്. ആ സ്ത്രീ മരിക്കുന്നത്, ഈ സൗദാമിനി എന്ന് പറയുന്ന അമ്മ. അപ്പം ആ അമ്മയുടെ മൂത്ത മകനാണ് ഈ ചേട്ടനെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി വരയ്ക്കാനൊക്കെ പഠിച്ച് നല്ല നമ്മൾ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ വരയ്ക്കും. അത്ര നല്ല കഴിവാണ്. ഈ രാജാരവിവർമ്മയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ചേട്ടന് ഇതുപോലെ കല്യാണം ഒരു പെണ്ണുപിള്ള കഴിച്ചു, ഒരു മോനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ കേൾക്കുന്നത് ഇതുപോലെ ചെരുപ്പ് കുളക്കരയിൽ ഇരുന്നാണ് പറയുന്നത്. രാത്രിയിൽ കുളക്കരയിൽ പോകേണ്ട കാര്യം എന്തുവാ, വായിച്ചത് ഇതൊക്കെ ഉള്ളപ്പോൾ രാത്രിയിൽ എന്തിനാണ് കുളക്കരയിൽ പോകേണ്ടത്, രാത്രി പാതിരാത്രിക്ക് കുളക്കരയിൽ പോയെന്ന് പറഞ്ഞത് കൊന്നിട്ട് കുളപ്പിച്ച് വീട്ട്. അത് 2. പിന്നെ കമാൽ എന്ന് പറയുന്ന ഒരാള്, അതെന്ന് പറഞ്ഞാൽ ഇവരെ ഇതുപോലെ ഒരു വേറൊരു ചേട്ടത്തി. ആ ചേട്ടത്തിയെ പുല്ലുകുളങ്ങരെ തന്നെ ഓടിട്ട വീട് എന്ന് പറഞ്ഞോണ്ടൊരു, അന്ന് ആ വീടായിരുന്നു വലുതെന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ വീട്ടിലേക്കാണ് ഓടിട്ട വീട്. അപ്പൊ അന്നത്തെ വലിയ വീടാണ്. അപ്പൊ വേറുള്ള വീടുകളൊക്കെ കുടിലുകളായിരുന്നപ്പോ ആ വീട് വലിയ വീടായിരുന്നു. അങ്ങനെയാണ് ഓടിട്ട വീട് എന്നുള്ള പേര് വന്നത്. മുഴങ്ങോടിക്കാവ് അമ്പലം എന്നാണ്, ആ അമ്പലത്തിന്റെ അവിടെയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അന്വേഷിക്കാം. അപ്പൊ ഈ ചെറുക്കനെ ഇതുപോലെ ഗൾഫിലൊക്കെ പോയി ജോലിക്ക് പോകത്തില്ലെന്നാണ് പറയുന്നത്. ഈ ചെറുക്കൻ സവാൻ എന്നാണ് അങ്ങയുടെ പേര്. ഒരു ഫാമിലിക്ക് വരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇതുപോലെ മനസ്സൊക്കെ മാറ്റി പല രീതിയിൽ കൊണ്ടുവന്ന് ട്രാപ്പിലാക്കി ഇവന്മാർ ഈ സ്വത്തൊക്കെ പിടിച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങേരെ ജോലിക്കൊന്നും പോലെ പിന്നെ ഇതൊക്കെ ഇങ്ങനെ വന്ന് എന്നിട്ട് ഇവർ കല്യാണം കഴിച്ച ആ പെണ്ണിനെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ പെണ്ണിനെ ഇതുപോലെ വേറെ ഏതോ അവന്മാരെ എല്ലാം കൊണ്ട് വടകി അവളെ അടിച്ചുകൊണ്ട് പോയി. അപ്പൊ അങ്ങനെ ഈ ചേട്ടന്റെ അമ്മ മരിച്ചു. ഈ ചേട്ടൻ നന്നായി. എന്നിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പം ഇങ്ങനെ കേൾക്കുന്നു കെട്ടി തൂങ്ങി നിൽക്കുന്നെന്ന്. കാണുന്നില്ല. അങ്ങനെ ആളുകൾ അന്വേഷിച്ച് അന്വേഷിച്ച് കഴിയുമ്പോഴാണ് കെട്ടി തൂങ്ങി നിൽക്കുന്ന കഥകൾ. പിന്നെ ഒരെണ്ണം ഒരു സാമിനി എന്നാണ് അവരുടെ പേര്. അത് കല്ലടക്കാരിയാണ്. കല്ലട കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ്. അപ്പൊ എന്തുവാണ് അവരുടെ മൂത്ത മോന് ഭയങ്കര വിളക്കാണ്. ഇളയ മോനെ ഇതുപോലെ അവരുടെ വീട്ടിലൊന്നും കേൾക്കത്തില്ല. ഭയങ്കര ഇതാണ്. ഏതൊക്കെയോ അമ്പലങ്ങളിൽ പൂജ ചെയ്ത് ജീവിക്കുകയാണ് ആ പയ്യൻ. ഈ മൂത്താനെന്ന് പറയുന്നത് ഭയങ്കര ശല്യമായിരുന്നു. ഈ സൗദാമിനി എന്ന് പറയുന്ന സാമിനിയോ ഏതായാലും അവരിവിടൊക്കെ വന്ന് നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുമായിട്ട് പിണങ്ങിയിട്ട് ഭയങ്കര ഉപദ്രവമായിരുന്നു അവനെ. അതുപോലെ ആ പെണ്ണുപിള്ള ഇതുപോലെ ഇവരുടെ ചേർത്തിയാണ് അവരും. ഈ കൽപ്പകവലി എന്നൊക്കെ ഈ സുബ്രഹ്മണ്യന്റെ ഭാര്യയുടെ ബന്ധുക്കളുടെ കാര്യങ്ങളായി പറയുന്നത്. അവരെ ഇതുപോലെ കൊന്നിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച്, അത് നമ്മുടെ ഇവരുടെ തന്നെ ഒരു വേറൊരു റിലേറ്റീവ് ആണ് നമ്മളോട് പറഞ്ഞത്. പ്രിയാന്നാണ് അവരുടെ പേര്. അവളെ ഇതുപോലെ പല രീതിയിൽ നോക്കി. അവള് ഒരു മോളായിരുന്നു. ഇവള് ഈ കൽപ്പകവല്ലി എന്ന് പറയുന്നവള് അവളുടെ അച്ഛനെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടത്തിയുടെ ഭർത്താവിനെ വെച്ചോണ്ടിരിക്കുക. ഇവള് കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടത്തിയുടെ ഭർത്താവിന്റെ കൂടെ ഈ പറയുന്ന വലിയ എന്താണ് പറയുന്നത്, വലിയ പതിവ്രത രത്നമായ ഈ കൽപ്പകവല്ലി എന്ന് പറയുന്നവള് ഇതുപോലെ അയാളെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അയാള് ഇവളുടെ ചേട്ടത്തി ഇല്ലാതായിരുന്നു ഇവിടെ കാണാൻ വരുന്നത്. ഇവിടെ ഭോപ്പാലിൽ ഇവൻ വരികയായിരുന്നു. അയാളുടെ പേര് ഗോപി എന്നാണ്. ഇവൻ ജീവിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് പറയുന്നത്. എന്നാലും ആ പെണ്ണ് പ്രിയ എന്ന് പറയുന്ന അവളെ ഇവളാ നോക്കിയത്. ഈ 11 വയസ്സ് വരെ നോക്കിയത്. എന്നിട്ട് അവളെ പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോ അവിടെ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും. ഇതൊക്കെ ഇതുപോലാണ്. ഈ അമ്മയെ കൊണ്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുക. അമ്മയെ കൊണ്ട് 11 വയസ്സുള്ള പെണ്ണിനെ കൊണ്ട് അരി അരപ്പിക്കുക. 11 വയസ്സുള്ള അത് അരി അരക്കണം. അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. പിന്നെ അമ്മ സ്ത്രീകളൊക്കെ ചെയ്തത് നടക്കുകയാണ്. സ്ത്രീകളുടെ ചേട്ടത്തി എന്ന് പറയുന്നത്. അവളുടെ പേരാണ് എന്തുവരുന്നത് സവി. അപ്പം ഇങ്ങനെ കുറെ 9 എണ്ണം ഉള്ളത്. പിന്നെ എന്നിട്ട് ഭയങ്കര വഴക്കൊക്കെ ഇരിപ്പിച്ച് ആ പെണ്ണിനെ ഇതുപോലെ ശല്യമായി ഏതോ ആ ചെറുക്കനെ കൊണ്ട് വടങ്ങിച്ച് ഇവളും അവനും കൂടെ എവിടെയോ പോയെന്നാണ് പറയുന്നത്. ഇവളുടെ മോൾ, ഈ കൽപ്പകവല്ലിയുടെ മോള് പറഞ്ഞ കഥയാണ്. അവള് കേട്ടാ ഇവരെ അയക്കും. ഈ പ്രിയ എന്ന് പറയുന്നവട് കേട്ടാ ഈ സ്ത്രീ എന്ന് പറയുന്നവടെ തല്ലിക്കൊല്ലും. ഇവളാണ് എന്നിട്ട് നമ്മളോട് ഈ സിമി എന്ന് പറഞ്ഞവളാണ് കഥ ഉണ്ടാക്കി നമ്മളോട് പറയുന്നത്. അവളെ എങ്ങാണ്ട് പോയി എന്നിട്ട് അവളെ ചതിച്ചിട്ട് ഡൽഹിയിൽ ഏതോ ഒരു ഹോട്ടലിൽ ഉപേക്ഷിച്ചിട്ട് പോയെന്നാണ് കഥകള്. അങ്ങനാണ് ഈ സ്ത്രീയെ കെട്ടിയിരിക്കുന്ന ഒരു അജിത്ത് എന്ന് പറയുന്നവൻ ഇവിടെ തിരുവല്ലയിലെ കണ്ടൊക്കെ ഇതെല്ലാം സെറ്റപ്പാണ്. അവനെ കൊണ്ട് കെട്ടിച്ചു. അവൻ വിളിച്ചുകൊണ്ട് പോയി അവരുടെ വീട്ടിൽ നിന്ന് അവന്റെ കൂടാണ്. എന്നിട്ട് ഒരു മോളൊക്കെ ജനിച്ചിട്ടുണ്ട്. വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവളെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആരോട് നമ്മള് ഫ്രണ്ട്ഷിപ്പ് ആവുന്നു അല്ലെ ആരെ നമ്മള് ഇങ്ങനെ ഇതാവുന്നു അവരെ പറയി പിടിക്കും. എന്നിട്ട് ഭയങ്കര ഇതാണ്. അങ്ങനെ അവളെ ഇതാക്കി നമ്മളോട് ഇതായത് നമ്മൾ തിരിച്ചും നമ്മൾ കോണ്ടാക്ട് ഒന്നും ഇല്ല അവളുമായിട്ട്. അപ്പൊ എന്നിട്ട് അവിടെ പറയുന്ന കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ ഇവള് നാട് വിട്ടപ്പം ഏതോ ചെറുക്കൻ്റെ കൂടെ നാട്
പോയിട്ടുണ്ടായിരുന്നു ഭോപ്പാലില്. പോയിട്ട് 8-10 അവന്റെ സ്വർണ്ണവും ഒക്കെ ആയിട്ട് അഴിച്ചുകൊണ്ട് അവളുടെ തുണി മണി എല്ലായിട്ടാണ് പോകുന്നത്. പിന്നെ ഇവളുടെ മോള് ഈ പ്രിയ എന്ന് പറയുന്നവരുടെ ചുരിദാറൊക്കെ ഇട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടിട്ടുണ്ട് വർഷങ്ങൾ നടന്നത്. അവളുടെ ചുരിദാറൊക്കെ കൊണ്ട് ഇവള് വർഷങ്ങൾ നടന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവൻ വലിയ നമ്പർ 1 ക്രിമിനലാണ്. ഇവരുള്ള എല്ലാം അങ്ങനത്തെ ക്രിമിനലാണ്. ഇങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഈ ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഓരോരുത്തരെയും കൊല്ലുന്നത്. ഇങ്ങനെയാണ് ഇവന്മാരെ കൊല്ലുന്നത്. നിങ്ങൾ അന്വേഷിച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കള്ളമുണ്ടെങ്കിൽ അന്ന് ഞാൻ ഇതാക്കപ്പെടാം. നിങ്ങൾ അന്വേഷിക്കുന്ന സ്ഥലം സഹിതം പുല്ലുകുളങ്ങരക്കകത്താണ് 2 മരണം. ഒരു സ്ത്രീ അവര് ഫിനാൻസ് ബാങ്കിൽ വർക്ക് ചെയ്ത് അവരുടെ പേര് കൊച്ചുവാവ ഏതാണ്ടൊരു വാറേനായിരുന്നു അവരെ വിളിക്കുന്നുണ്ടായിരുന്നു. ഈ കൃഷ്ണ ബസ് ഒരു കണ്ടക്ടർ, നിങ്ങൾ ഇങ്ങനെ വരയ്ക്കാൻ മതി. കൃഷ്ണ ബസ് പണ്ട് ഓടിക്കൊണ്ടിരുന്ന കൃഷ്ണ ബസ്സിലെ ഒരു കണ്ടക്ടർ ഈ കോട്ടയുടെ സൽപ്പകവല്ലിയുടെ ചേട്ടത്തിയുടെ മോളെ ചീരിക്കാട്ടുകാരി എന്നുണ്ടായിരുന്നു. എന്താ എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്. അവരെ കല്യാണം കഴിച്ച് അവരെന്ത് ചെയ്യും, അവര് മരിച്ചത് എങ്ങനെയാണ്, കായലിൽ നമ്മൾ ഡെഡ് ബോഡി കിട്ടിയത്, ചെരുപ്പ് ഇങ്ങനെ ഇരുന്നോ, അതുമെല്ലാം നിങ്ങൾ അന്വേഷിച്ചു. അതുപോലെ സൗദാമിനി അമ്മയുടെ മകൻ ആർട്ടിസ്റ്റ്, ഭയങ്കരമായിട്ട് പടം വരയ്ക്കുന്ന ഒരാള്, ആ അമ്മയുടെ മോൻ എന്ത് പറ്റി, കുളത്തിലാണോ ഡെഡ് ബോഡി കിടന്നത്, എന്താണ് നിങ്ങൾ അന്വേഷിച്ചോ? അതുപോലെ സാമിനി എന്ന് പറയുന്ന ഒരു അമ്മ, ആ അമ്മ കന്നഡക്കാരി, അവിടെ 2 ആമക്കള്, ഒരു ഇളയ ചെറുക്കനെ അവൻ വീട്ടിലോട്ട് പോലും കേൾക്കുന്നില്ലെന്നാ പറയുന്നത്. ഇത് സ്വത്തിന് വേണ്ടിയല്ല, അവനെ വിട്ടിരിക്കുകയാണ്. അവൻ ഏതൊക്കെയോ അമ്പലത്തിൽ പൂജ ചെയ്ത് നടക്കുകയാണെന്നാണ് പറയുന്നത്. അവന്റെ ചേട്ടൻ എന്ന് പറയുന്നത് ഭയങ്കര ചട്ടമ്പിയാണ്. ടിപ്പറോ ടുപ്പറോ ഒക്കെ ഓടിക്കുന്നവരാണ് അവൻ. അവന് വേണ്ടി പെണ്ണുപിള്ളയെ കൂടെ ഇത് എന്നിട്ട് ഇവരെ കൊന്ന് എന്താണ് മണ്ണെണ്ണ ഒഴിച്ചാണോ ആത്മഹത്യ ചെയ്തെന്നാണ് പറയുന്നത്. ചുമ്മാ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. ഇത് പ്രിയ എന്ന് പറയുന്നത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണോ നിങ്ങൾ തിരക്കിച്ചോ? അതുപോലെ ഓടിട്ട വീടെന്ന് പറയുന്ന ഈ ഉഴങ്ങോടിക്കാവിൻ അമ്പലത്തിന് അടുത്തുള്ള വീട്ടിലെ അവൻ സവാൻ എന്നാണ് ആ നാട്ടു മുഴുവൻ അറിയുന്നത്. ആ അമ്മയുടെ മകൻ, ആ വീട്ടിലെ ഒരേ ഒരു മകനായിരുന്നു. ഗൾഫിലായിരുന്നു. ഈ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾ തിരക്കിയാൽ മതി. ഗൾഫിലായിരുന്നു. ഇവൻ എന്ത് പറ്റി? ഇവന് കെട്ടി തൂങ്ങി നിൽക്കുമായിരുന്നോ? വല്ലോ അന്വേഷിച്ചോ? എങ്ങനെ കെട്ടി തൂങ്ങി, ആര് കെട്ടി തൂക്കിയത്, എന്തെങ്കിലും ഒന്നും ഇല്ലായിരുന്നെന്നാ അവർ പറയുന്നത്. ഒന്നും ഇല്ലായിരുന്നെന്നാ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ അന്വേഷിച്ചോ? ഇങ്ങനെ ഗൂഢമായ പലതും നടക്കുന്ന വീടാണിത്. ഈ കോട്ടയുടെ വീട് എന്ന് പറഞ്ഞാൽ ഗൂഢമായ, കോട്ടയുടെ മാത്രമല്ല, ഇങ്ങനെ കുറെ നടക്കുന്നുണ്ട്, ഒന്നും പുറത്തു വരുന്നില്ല. ഗൂഢമായ പലതും ഇവർ നടക്കുന്നുണ്ട്. ഇവൻ ഇങ്ങനെ കഥയുണ്ടാക്കി 2019-20 ഇവൻ കഥയുണ്ടാക്കായിരുന്നു. ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ ഇത് വസ്തു എഴുതി വെച്ചിരിക്കുന്നതാണ്. ഫിനാൻഷ്യൽ ക്രൈസിസ് കഥകളൊക്കെ ഉണ്ടാക്കി എന്നെ വകവെട്ടെന്നാണ് വിചാരിച്ചത്. ഞാൻ ആർക്കോ വസ്തുക്കളൊക്കെ വെച്ച് ആരും എന്നെ നമ്മുടെ ജോലിയെ സമ്മതിക്കത്തില്ല. അങ്ങനെ പല ഇതൊക്കെയായി. എന്താണ് നമ്മളിപ്പോ കാശ് ഒന്നും കിട്ടാതില്ലാതാകുമ്പം എന്താ ഫിനാൻഷ്യൽ ക്രൈസിസ് വരും. അപ്പൊ നമ്മള് എന്ത് ചെയ്യും എന്നുള്ള. അപ്പം ആരെ കൊണ്ടും എന്റെ അമ്മയൊന്നും പോലും വിളിക്കത്തില്ലായിരുന്നു സത്യത്തില്. ഈ എന്റെ അമ്മയെന്ന് പറയുന്ന വ്യക്തി ഒന്നും വിളിച്ചിട്ടില്ല. 5 പൈസ കാശ് വന്നിട്ടില്ല അന്ന്. ഇത് ഉള്ള കാര്യമാണ്. നിങ്ങൾക്ക് എന്റെ ബാങ്ക് റെക്കോർഡ്സ് എല്ലാം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു എന്റെ പേര് 5 പൈസ ഇവരൊന്നും എനിക്ക് തന്നിട്ടില്ലെന്നുള്ളത് മനസ്സിലായില്ലയോ? അപ്പൊ ഇതിനൊക്കെ പാസ് ആരൊക്കെയാണെന്നൊക്കെ മനസ്സിലാവും. ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. എന്റെ അമ്മയെന്ന് പറയുന്ന പോലെ ഇതുപോലെ വിളിച്ചുകൊണ്ട് പോവുക, നമ്മളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല, ഇങ്ങനെ കേൾവിപ്പിക്കുക, ഇങ്ങനെ പല വേദനകളുണ്ടായിരുന്നു. എന്റെ അമ്മ എന്നെ ഒരു ഫോൺ കോൾ പോലും വിളിച്ച് തിരക്കിയിട്ടില്ല. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യേ എന്നൊന്നും തിരക്കിയിട്ടില്ല സത്യം പറഞ്ഞാല്. അങ്ങനെ എന്നിട്ട് ഇവരിങ്ങനെ കഥയുണ്ടാക്കി. പക്ഷെ എന്റെ പ്രമാണം ഞാൻ അന്നേരം എനിക്കറിയാം ഇവന്മാരെ നല്ല ശരിക്കും ഇവന്മാരുടെ നമുക്കൊരു ഇൻസൈറ്റ് ഉണ്ടല്ലോ, നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ട്. നമ്മൾ അതിനെന്ത് ചെയ്തു? നമ്മുടെ പ്രമാണം എല്ലാം മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുവച്ചിരുന്നു. മജിസ്ട്രേറ്റ് കോടതി, 1st ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മാവേലിക്കര കൊണ്ടുവച്ചിരുന്നു. നിങ്ങൾക്ക് അന്വേഷിക്കാം. അവിടെ നിന്ന് അതിന് എടുത്തേക്ക് തെളിവുണ്ട്. നമ്മൾ എടുക്കുന്നതിനൊക്കെ അങ്ങോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം. എന്റെ പ്രമാണം, ഇതിന് ഞാൻ വെച്ചിരിക്കുന്ന എന്റെ പ്രമാണം എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? കോടതിയിൽ വെച്ചത്. അപ്പോ അങ്ങനെ വെച്ച സാധനം വെച്ചിരിക്കുവായിരുന്നു. ഇവന്മാർ ഇവിടെയൊക്കെ വന്ന് എന്നെ ഇവിടെ എല്ലാം അപ്പം എന്നെ കൊല്ലാൻ നടക്കുമായിരുന്നു. കൊന്നേറ്റ് കൊല്ലാനൊരു കരണ്ടൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ നടക്കും. ഒരു പ്ലാമൂട്ടിലെടുത്തിട്ടുണ്ടായിരുന്നു അവനും. പിന്നെ പ്ലാമൂട്ടിലെ കുഞ്ഞുപോലെ അവൻ ഈ പണമിടപാടൊക്കെയാ ജോലി. പ്രമാണമൊക്കെ വെച്ച് ആശടിക്കുക, അങ്ങനെയൊക്കെ പല വേലകളുണ്ട്. അപ്പം അവന്റെ ഒന്നും വീട്ടിൽ നമ്മൾ പോയിട്ടില്ല. നമ്മൾ ഈ പോകേണ്ട കാര്യമില്ല അവരുടെ ഒന്നും വീട്ടില്. അപ്പൊ അവനിവിടെ കൂടെ ഈ മൂലയ്ക്ക് വന്നിരുന്ന് ഒമ്നിയെ കയറി നടക്കുന്നത്. കരണ്ട് പോയി. ഒമ്നിയെ കയറി നടക്കുന്ന അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. ഈ കുട്ടൻ എന്ന് പറയുന്നവർ അവന്റെ വീട്ടിലോട്ട് കയറി പോകുന്നപ്പോ എനിക്ക് എന്തോ പച്ചക്കച്ചൊക്കെ തോന്നിയപ്പോ ഞാൻ ഇവിടെ നിൽക്കുന്ന ഇവന്മാരോട് തന്നെ ഇന്ന് കറണ്ട് വരത്തില്ലേ? അപ്പൊ അവർക്ക് ഇന്ന് കറണ്ട് വരത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനിവിടെ വന്നു. എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട്. ഇത്രയും ആക്റ്റീവ് അല്ല നമ്മൾ, എന്നാലും നമ്മുടെ ഫേസ്ബുക്കിൽ എല്ലാം ഇടുവായിരുന്നു. ഞാനിപ്പോ ഫേസ്ബുക്കിൽ എഴുതി ഇങ്ങനെ എന്താണ് ഇന്ന് കറണ്ട് വരത്തില്ല, ഇവന്മാർക്ക് എന്തോ ഗൂഢമായ ഉദ്ദേശമുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് കരണ്ട് ഇവന്മാര് കളഞ്ഞിരിക്കുകയാണ്, എന്തൊക്കെയോ ഉദ്ദേശത്താലാണ് ഇത് കളഞ്ഞിരിക്കുന്നത്.